അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെക്ടറായിട്ട് നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു ഇല്ലുസ്ട്രേറ്ററിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ വീഡിയോ തന്നെയാണ്. അപ്പം നമ്മുടെ ഇല്ലുസ്ട്രേറ്ററിൽ എങ്ങനെ ഒരു 3D ലെറ്റർ അല്ലെങ്കിൽ 3D നമ്പേഴ്സ് 3D എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ പേജ് നമ്മളിവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് റേഷ്യോ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റാ സൈസ് വേണമെന്ന് തന്നെ ഇല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകും നമ്മളൊരു ടെക്സ്റ്റ് ഒരു ലെറ്ററോ നമുക്ക് ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മുടെ സ്ക്രീൻ എടുത്തിട്ട് നമുക്കിപ്പം ഒരു ലെറ്റർ എ അടിച്ചു കൊടുക്കാം. ഒന്ന് നമുക്കൊന്ന് വലുതാക്കി കൊടുക്കാം. ഒരു എഫക്റ്റ് നമുക്കൊന്ന് വിസിബിൾ ആവാൻ വേണ്ടിയാണ് നമ്മൾ വലുതാക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ ഫോണ്ട് ഒന്ന് മാറ്റാം, കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്ന അതായത് നമ്മുടെ ഫോണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ 3D എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മീൻസ് ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ അവസാനം വരെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഈ ബ്ലാക്ക് മാറ്റി, കാരണം ബ്ലാക്ക് നമുക്ക് വിസിബിൾ അല്ല, നമുക്കതൊരു ബ്ലൂ ആക്കി കൊടുക്കാം. ഓക്കെ, ലെറ്റർ എ ആണിത്. ഓക്കെ, ഫോൺസിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. ഫ്രീ ഫോണ്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് മുമ്പുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫോണ്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ എഫക്റ്റിൽ പോവുക. അവിടെ ഓൾറെഡി 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിൽ പോയിട്ട് എക്സ്ട്രൂഡ് ബിവൽ അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നമ്മളത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു 3D എഫക്റ്റ് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ 50 എന്നും പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ റേഷ്യോ നോക്കുന്നതാണ്. ഇപ്പം നമ്മളതൊരു 500 ഇടുമ്പോൾ കണ്ടില്ലേ, ആ 3D കുറച്ചുകൂടെ ഒന്ന് ഒരു ബോൾഡായിട്ടുണ്ട്. അത് കൂട്ടുന്നതനുസരിച്ച് അതിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമുക്കിപ്പം തൽക്കാലം ഒരു 389 എടുക്കാം. ഓക്കെ, ഇനി പൊസിഷനിൽ പോയിട്ട് നേരെ പോയിട്ട് റൈറ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടോപ്പ് ഇടാം. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ 3D എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇനിയും അത് ടോപ്പിൽ കൊണ്ടുവച്ചിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കിടക്കുന്നത്. ബിവലിനകത്ത് നണ്ണാണ് ഇപ്പം നമുക്ക് കിടക്കുന്നത്. നമുക്കിവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ക്ലാസിക് ഉണ്ട്, കോംപ്ലക്സ് 1 ഉണ്ട്, കോംപ്ലക്സ് 2 ഉണ്ട്, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4, ഫോഗ്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് എഫക്റ്റ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് റൗണ്ടഡ് ആണ്. അല്ലേ, റൗണ്ടഡ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഒരു എഫക്റ്റ് കിട്ടിയെടുക്കുന്നുണ്ടല്ലേ, ഒരു 3D എഫക്റ്റ്. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് വെച്ച് നോക്കാം. ഓക്കെ, ഇനി ഒരു ടിപ്പൂടെ പറഞ്ഞുതരാം. ഈ എ എന്നുള്ളത് മാറ്റി നമുക്ക് ഒരു യു കൊടുത്താലും നമുക്ക് ആ ഒരു ഇത് കിട്ടും. കണ്ടില്ലേ, ആ ഒരു 3D കണ്ടില്ലേ. ഇനി യു മാറ്റി നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് കൊടുത്താൽ RE കൊടുക്കാം. കണ്ടില്ലേ, ആ ഒരു എഫക്റ്റ് വന്നു. ത്രീ ഡി എഫക്റ്റ് വന്നില്ലേ.
ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്കതൊരു 3D എഫക്റ്റ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്കിത് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ചെയ്ത് PNG ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇതൊരു ചെറിയൊരു ടിപ്പാണ്. ഇത് 3D എഫക്റ്റ് ആവും. ഇനി നമുക്കതിൻ്റെ ടെക്സ്റ്റ് മാറ്റാം, അതിൻ്റെ കളേഴ്സ് മാറ്റാം. കളേഴ്സ് കൂടെ നമ്മൾ മാറ്റി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ബ്ലൂ മാറ്റി ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഒരു ഓറഞ്ച് 3D വന്നു കഴിഞ്ഞു. അതെ, ടിപ്പ് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ